ഈ നൂറുലുലമയിൽ ചർച്ച ഉണ്ടായിരുന്നു, ഈ വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന വേണം എന്നൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നല്ലതാണോടോ, ആവശ്യമാണോടോ എന്നൊക്കെ ഞങ്ങളോട് അവിടുത്തെ ശൈലിയിൽ തന്നെ പറഞ്ഞു. ഇസ്മായിൽ വഫ സാഹിബാണ് അതിൽ കാര്യമായിട്ട് ഞങ്ങളെ സഹായിച്ചിരുന്നത്. ആ പള്ളിൻ്റെ അവലിങ്കാരൊക്കെ ഇരുന്ന് കണ്ടെന്തായി ഞങ്ങൾ SSFിൻ്റെ യോഗം കൂടി. ഇന്ന് SSF എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജില്ലയിലും എത്രയെത്ര ആസ്ഥാനങ്ങൾ തന്നെ നമ്മൾക്കുണ്ടായി എന്നതെന്താണ് വളരെ അനുഗ്രഹീതമായ കാര്യമാണ്. ആദ്യമായി ഞാൻ എഴുതിയ ലേഖനം ഒരു വഹാബികൾക്കെതിരുള്ളൊരു ലേഖനമായിരുന്നു. പച്ചക്കൊടിയുടെ നിഴലിൽ മുജാഹിദ് പ്രചരിപ്പിക്കുകയോ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ എഡിക്ക്. ഒന്നാമതായി അതിൽ ചേരാനുള്ള ഒരു കാരണം, പ്രധാനമായ കാരണം എന്താണ്, അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടായിരുന്നു. പിന്നെ കൂടിയ പിന്നെ ഈ കോടരുതല്ലോ. ഈ MDP എന്ന് പറഞ്ഞിട്ട് എന്തായി, സുന്നികൾക്കൊരു രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ എന്തായി, ഇലക്ഷനൊക്കെ വന്നാൽ 26 സ്റ്റേജിലടക്കം ഓരോ ദിവസവും പ്രസംഗിച്ച സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. ഭിന്നിച്ചപ്പോൾ അവരെന്തായി, ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം നിൽക്കുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ തള്ളി പറയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. 25ഓളം വീട് എന്തായിട്ടുണ്ട് ആ മഹലിൽ പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു. എത്രയോ പെൺകുട്ടികളെ വിവാഹത്തിന് എന്തായിട്ടുണ്ട് മഹല്ല് കമ്മിറ്റി SYസും കൂടിയിട്ട് എന്തായി. അങ്ങനെ ഒരാഴ്ച അന്ന് എന്തായി, ബോംബെയിൽ എന്തായി വയലു പറഞ്ഞു. പുളിയക്കോട് ആക്കപ്പറമ്പ് ജുമായത്ത് പള്ളിയിലാണ് ആദ്യമായി ദർസേറ്റത്. ഒരു കാരണവരും നേതാവുമായിട്ട് MM കുഞ്ഞുമുഹമ്മദ് ഹാജി അന്നും സജീവമായിട്ട് എന്താണ് സുന്നിയിലുണ്ടായിരുന്നു. AP ഉസ്താദ് എന്നോട് പറഞ്ഞിരിക്കണം, ആ കൊണ്ടോട്ടിക്കാരങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കണം, നമുക്കൊരു ആസ്ഥാനം അവിടെ ഇല്ല. ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോൾ തന്നല പൈസ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാണ്ട് തെക്കിബീറായിട്ട് ചെല്ലി. കുണ്ടൂർ സാറിൻ്റെ നേതൃത്വത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ദൈവാ കോളേജ് എന്താണ് ആരംഭിക്കണമെന്ന് അന്നെന്തായി തീരുമാനിച്ചത്. ഫാറൂഖ് ബുഖാരിൻ എന്തായി അവരുടെ വാപ്പിയും ജ്യേഷ്ഠന്മാരെല്ലാം കൂടി ഏൽപ്പിച്ചെന്നും അവിടെ നിന്ന് ഈ ഷൗക്കത്തിന് അതിൻ്റെ അടുത്ത് തന്നെ കിട്ടി. അങ്ങനെ ഒരു 12 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാണ് ബുഖാരി ദൈവാ കോളേജ്. അപ്പം അന്ന് തന്നെ എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, പണ്ഡിതന്മാരൊക്കെ സ്വയം കാലിമേൽ നിൽക്കുന്നവരാവണം. സുപ്രീം ഒളിമ്പിക്സ് ആൻഡ് ഇൻ്റർലോക്ക് എന്നൊരു കമ്പനി 36 കൊല്ലമായി. 5ഓളം ബസ് സർവീസ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനം ഇപ്പോൾ 7 കോടി ക്ഷേമനിധിയായിട്ട് എന്താണ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അത് അള്ളാഹുവിൻ്റെ അസലിയ ഖലായിൽ വന്നരായ ബദറുസാദാത്തിൻ്റെ കൈയായിട്ടാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. പ്രിയ ശ്രോതാക്കളെ, മഅദിൻ അപ്ഡേറ്റിൽ ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായി ലഭിച്ചിട്ടുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സ്ഥാപന കാലം തൊട്ടേ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരളത്തിലെ അറിയപ്പെട്ട ബുഖാരി ദാവ കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങി ഒട്ടനവധി സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന, മഅദിൻ അക്കാദമി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഹ്മദുൽ ബുഖാരി, സയ്യിദ് അഹ്മദുൽ ബുഖാരി അവാർഡ് 2026 അർഹനായ ബഹുമാനപ്പെട്ട അബു ഹനീഫുൽ ഫൈലി തെന്നൽ ഉസ്താദാണ്. ഉസ്താദ് കാന്തപുരം ഉസ്താദിൻ്റെ 3ാം കേരള യാത്രയിൽ ആദ്യാന്തം ഉസ്താദിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവരാണ്. ഉസ്താദിൻ്റെ ജീവിതത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ജീവിക്കാൻ ബാക്കിയുള്ള നമുക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അൽഹംദുലില്ലാ, ഉസ്താദിനെ കിട്ടിയതിൽ വലിയ സന്തോഷം. ഉസ്താദിൻ്റെ ഈ തിരക്കിട്ട സമയത്ത് വരും തലമുറക്ക് ധാരാളം കാര്യങ്ങൾ ഉസ്താദിൽ നിന്ന് അറിയാനുണ്ട്. ഉസ്താദിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1950 ഒരു റജബ് 27-ാം രാവിൽ ആണ് ഉസ്താദ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഉസ്താദിൻ്റെ ജനനം എവിടെ ആയിരുന്നു, പണ്ഡിത തറവാട്ടിലായിരുന്നു ഉസ്താദിൻ്റെ ജനനം എന്നൊക്കെ അറിഞ്ഞാൽ? ഞങ്ങളെ കുടുംബം അതിൻ്റെ മുരട് ചാലിയത്താണ്. ഇല്ലിക്കൽ തറവാട് എന്നാണ് ഞങ്ങളെ തറവാടിൻ്റെ പേര്. ഇപ്പോഴും ചാലിയത്ത് അതിൻ്റെ പഴയ വീടും അതിൻ്റെ അസറുകളൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചാലിയത്ത് നിന്ന് ഒരു ഉപ്പാപ്പ വേങ്ങരയിലേക്ക് കുടിയേറി പാർക്കുകയും അങ്ങനെ കുറേ ഫാമിലിയൊക്കെ വേങ്ങരയിൽ നിന്നൊരു ഉപ്പാപ്പ തെന്നലിലേക്ക് വരികയും അങ്ങനെ തെന്നലയിൽ ഇല്ലിക്കൽ തോണ്ടാലി എന്ന് പേര് കയറാൻ കാരണം തോണ്ടാലി പറമ്പ് എന്ന പറമ്പിലാണ് ഈ പാപ്പ വീടുണ്ടാക്കി താമസിച്ചത്.
അപ്പോൾ ഞങ്ങളെ തറവാട് ഇല്ലിക്കൽ തോണ്ടാലി എന്നായതാണ്. ഞങ്ങളെ കുടുംബത്തിൻ്റെ കിട്ടിയോടത്തോളമുള്ള ചരിത്രമെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു അറിയപ്പെട്ട പണ്ഡിതന്മാരൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. വലിയുപ്പ മുതൽക്കൊക്കെ വലിയ കർഷകരായിരുന്നു. അന്ന് കൃഷിക്ക് വലിയ പ്രാധാന്യമുള്ള കാലവുമായിരുന്നു. എൻ്റെ നേരെ പിതാവിൻ്റെ കാലത്ത് അവരൊക്കെ ബോംബെ കച്ചവടക്കാരും ബോംബെയിലുള്ള ബിസിനസ്സും കാര്യമൊക്കെ ഇട്ടായിട്ട് നീങ്ങുന്നവരായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ മേഖലയിലേക്ക് വരാനുള്ള പ്രധാന കാരണം അത് കാര്യമായിട്ട് എൻ്റെ ഉമ്മ തന്നെയായിരുന്നു. ഇപ്പം ഈ വെളാപ്പാർ, അഞ്ചന്മാർ, ജ്യേഷ്ഠന്മാരൊക്കെ അവിടെ ബോംബെക്കാരാണ് അന്ന്. ഉസ്താദിന്റെ പേര് അബു ഹനീഫൽ ഫൈലി എന്നാണ് ഇപ്പോൾ അറിയപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും. ശരിക്കും ഉപ്പ വെച്ച പേരെന്താണ്? കുഞ്ഞലവി. എൻ്റെ വലിയുപ്പാൻ്റെ പേരാണ്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരാണ് കുഞ്ഞലവി. വെന്നിയൂർ സ്വദേശിയായ വലിയ പ്രമുഖനും നാട്ടുകാരനവരൊക്കെ ആയിരുന്ന കുഞ്ഞലവി എന്നവരുടെ വലിയുപ്പാൻ്റെ പേരിട്ടതാണ് എനിക്ക്. പിന്നെ മകനുണ്ടായി, ഹനീഫ എന്നുള്ളൊരു മകനുണ്ടായപ്പോൾ എല്ലാവരും കൂടി അബു ഹനീഫ എന്ന് വിളിച്ചു. പിന്നെ അങ്ങനെ തൂലിക നാമമൊക്കെ അബു ഹനീഫയായി മാറി എന്നേയുള്ളൂ. ആധികാരികമായ റെക്കോർഡിലൊക്കെ കുഞ്ഞലവി മുസ്ലിയാർ എന്ന് തന്നെയാണ് ഉള്ളത്. ഉസ്താദ് ഏകദേശം 1955കളിലാണ് ജനനം. 50-ൽ ജനനം, 85-ലൊക്കെയാണ് പ്രാഥമിക മദ്രസ മേഖലയിലേക്ക് കടക്കുന്നത്. അന്നത്തെ ആ കാലത്ത് നമ്മളെ കേരളത്തിലെ മദ്രസ സ്കൂൾ സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് അധിക പ്രദേശങ്ങളിലും 5ാം ക്ലാസ് വരെ മദ്രസ, 5ാം ക്ലാസ് വരെ സ്കൂള്, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലപ്പുറം അങ്ങോട്ട് ഇല്ല. പിന്നെ ഹൈസ്കൂളുകളും ഒന്ന് വളരെ ദൂരെ ദിക്കിലൊക്കെയാണ്. പിന്നെ 5ാം ക്ലാസ് കഴിഞ്ഞാൽ മതപഠനം തുടരുന്നവർ പള്ളി ദർസിലേക്ക് പോവുക എന്നൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഉസ്താദിൻ്റെ 5ാമത്തെ സ്കൂളിലെ പഠനകാലത്ത് ഉസ്താദ് പഠനം പൂർത്തിയാകാതെ പരീക്ഷയ്ക്ക് ഉണ്ടായത്. എന്താണ് ആ സംഭവം? അതൊരു തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന ഒരു സാറ്, ഒരു അധ്യാപകൻ എന്തായി നിരന്തരമായി ദൈവത്തിനെ ചോദ്യം ചെയ്യുന്ന, നിരീശ്വരത്വം പറയുന്ന പല ക്ലാസ്സുകളും ഞങ്ങളെ അന്നത്തെ കഴിവനുസരിച്ച്, അന്നത്തെ കഴിവിനെ മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് മാത്രമാണ്, അത് വെച്ചുകൊണ്ട് വല്ലാതെ ഗണ്ണിച്ചു. പിന്നെയും അദ്ദേഹം വാശിയോടെ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോന്നതാണ്. എങ്ങനെയാണ് ആ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള തൻ്റെ ഇടം കിട്ടുന്നത് ഒന്നാമത് അതിൻ്റെ തുടക്കം മദ്രസ തന്നെ. മദ്രസയിൽ അന്നെന്തായി അന്നത്തെ അടങ്ങിയതിരിക്കുന്ന പിന്നെ ക്ലാസ്സുകളും അതോടെ തന്നെ വീട്ടിൻ്റെ ഉമ്മ അടക്കമുള്ള വീട്ടുകാരുടെ ദീനിയായ കാര്യങ്ങളുടെ ശ്രദ്ധയും എല്ലാമാണ് അതിന് പ്രചോദനമായത്. ഉസ്താദിൻ്റെ അങ്ങനെ പഠനകാലം ദർസി ഔദ്യോഗിക പഠനത്തിലേക്ക് കടക്കാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ ബോംബെയിൽ ഉപ്പ മറ്റുള്ള കുടുംബക്കാരൊക്കെ ജോലി ചെയ്യും, പിന്നെ ഉമ്മയാണ് വീട്ടിലുള്ളത്. പൊതുവെ ഇന്നത്തെ കാലത്ത് ഉമ്മമാര് വീട്ടിലുള്ള കുടുംബത്തിലെ മക്കൾ അവരവരുടേതായ വഴിക്ക് പോകുമ്പോൾ ഉസ്താദ് തീർച്ചയായിട്ടും ഒരു മതപണ്ഡിതനാകണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചൊരു ഉമ്മയാണ്. എങ്ങനെയാണ് ആ ഒരു ആഗ്രഹം ഉസ്താദിനെ ദർസി മേഖലയിലേക്ക് എത്തിക്കുന്നത്? ഉസ്താദ് എവിടെയൊക്കെ ആദ്യം പഠിച്ചത് എവിടെയാണ്, പിന്നീട് എവിടെയൊക്കെ ഉസ്താദ് പഠിച്ചു, ഉസ്താദുമാരൊക്കെയാണ്? അങ്ങനെ 5ാം ക്ലാസ് സ്കൂളും മദർസയൊക്കെ കഴിഞ്ഞു. സാധാരണ അക്കാലത്ത് എന്തായി ബോംബെക്ക് അങ്ങ് പോകലാണ്. 5 കഴിഞ്ഞാൽ അത്രേ ഉള്ളുവല്ലോ, വിദ്യാഭ്യാസം അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ എന്തായി എൻ്റെ ഉമ്മ കാര്യമായിട്ട് എന്തായി ഓതാൻ പറഞ്ഞേക്കണം, മതപഠനത്തിന് അയക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു. പക്ഷേ എൻ്റെ ഉപ്പയും എൻ്റെ അമ്മാവന്മാരും കുടുംബങ്ങളിൽ നിന്ന് പലരും ദർസിലേക്ക് പറഞ്ഞയക്കിനോട് അവർ എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. കാരണം അന്നത്തെ ദർസ് പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ഗതിയില്ലാത്തവർ, വീട്ടിൽ ഭക്ഷണത്തിനൊന്നും പാകമില്ലാത്തവർ, വെള്ളം ആവട്ടെ വയറ് നിറയട്ടെ എന്നുള്ളവർക്ക് ദർസിൽ കൊണ്ട് ചേർക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ എന്നല്ല, ഒന്നുമില്ല എന്താണ് ദർസ് കൊണ്ടാക്കുക, എന്നാൽ അവൻ്റെ ജീവിതം അവൻ്റെ വയറെങ്കിലും കഴിയുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ആ നിലക്കെന്തായി അന്നത്തെ ഒരു അവസ്ഥ സാഹചര്യം, ആ ഒരു സാഹചര്യം എന്തായി, നിർഭാഗ്യമെന്ന് വരട്ടെ അന്നത്തെ പല പണ്ഡിതന്മാരിലും ഉണ്ടായിരുന്നു.
കാരണം അന്ന് ഈ പണ്ഡിതന്മാർക്കൊന്നും അവിടെ ഏതോ മഹലിൽ നിൽക്കുകയാണെങ്കിലൊക്കെ അവിടുത്തെ സാമ്പത്തികമായി കഴിവുള്ള ഒരു കാരണവർ, എല്ലാ കാരണവർ പലപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും. അവർക്കൊക്കെ അനുസരിച്ച് കൊണ്ട് എന്താണ് നിൽക്കേണ്ട സാഹചര്യമുള്ള ഒരവസ്ഥ അക്കാലത്തുണ്ടായിരുന്നു. ഉദാഹരണം, ഈ ഉസ്താദിന് വീടുണ്ടാക്കണം, ഉസ്താദിൻ്റെ മകളെ കെട്ടിക്കണം, അതിനൊക്കെ ഇവരെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഉപ്പയും അമ്മാവന്മാരൊക്കെ പള്ളി ദിവസം അയക്കണ്ട, അവനേതെങ്കിലും ബോർഡിങ്ങിലോ സ്കൂളിലൊക്കെ ചേർത്ത എന്ന് പറയാനുള്ള കാരണം അതാണ്, അന്ത സാഹചര്യമാണ്. ഞാനെന്തായി, ഉമ്മാൻ്റെ പ്രചോദനവും പ്രോത്സാഹനവും അനുസരിച്ച് ആദ്യമായി വെളിമുക്ക് ജുമാ പള്ളിയിലാണ് പഠിക്കാൻ പോയത്. അന്നവിടെ ഓടക്കൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയർ, ഓടക്കൽ ഓക്കെ ഉസ്താദിൻ്റെ ബന്ധം തന്നെ ശിഷ്യനുമാണ്. അദ്ദേഹമായിരുന്നു അവിടെ മുദരിസായിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് ആ പള്ളി ദർസിലുണ്ടായിരുന്ന ആരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് എനിക്ക് ആലോചിച്ചപ്പോൾ കിട്ടിയ വിവരം. അൽഹംദുലില്ലാഹ് ഞാൻ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. അവിടെ ഒരു വർഷത്തിലേറെ മീസാൻ മുതൽക്ക് അവിടുന്ന് തുടങ്ങി. അങ്ങനെ ഏകദേശം സഞ്ചാൻ അടക്കമുള്ളതൊക്കെ എന്തായി അവിടുന്നാണ് ഓതിയത്. അതിന് ശേഷം നമ്മുടെ കോട്ടക്കലടുക്ക് പുത്തൂര് എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒതുങ്ങക്കാരൻ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിൻ്റെ ഇതിലാണ് ഒരു 6 മാസം അവിടെയും പഠിച്ചു. ഉസ്താദിൻ്റെ പല ഉസ്താദന്മാരെയും വായിച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ പഠന മേഖലയിൽ സഹായിച്ച അതില് ഷുജായി മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു രസകരമായ സംഭവം ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. ഉസ്താദിൽ നിന്ന് തന്നെ കേൾക്കാം. അക്കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ സജീവമായി പ്രവർത്തിച്ച നാട്ടുകാരെല്ലാവരും ആ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ വൈദേശിക ഭാഷയാണ്, അതുകൊണ്ട് അത് പഠിക്കരുത് എന്ന് നാട്ടുകാരുണ്ടാക്കിയ ഒരു സംസാരം. അല്ലാതെ സമസ്തയോ ആലിമ്യങ്ങൾക്കൊന്നും അതിൽ ബന്ധമില്ല. അക്കാലഘട്ടത്തില് ഉസ്താദ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായത് എന്തായിരുന്നു? അങ്ങനെ പുത്തൂരിൽ നിന്നിട്ട് തിരൂരങ്ങാടി വലിയ ജുമായത്ത് പള്ളിയിലാണ് ദർസിന് വേണ്ടി ചേർന്നത്. അവിടെ അന്ന് മഹാനായ മൂച്ചിക്കാടൻ അലവി മുസ്ലിയർ എന്ന് പറഞ്ഞ വലിയ ഫഖീഹാണ്, കുണ്ടൂർ ഉസ്താദിൻ്റെ ഒക്കെ ഉസ്താദാണ്. അദ്ദേഹമായിരുന്നു അന്ന് അവിടുത്തെ മുദരിസ്. അവിടെ നിന്നാണ് പിന്നെ അൽഫിയും ഫത്തുൽമീനൊക്കെ അവിടെ നിന്നാണ് ഞാൻ ഓതി പഠിച്ചത്. അന്നൊക്കെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകുക എന്നുള്ളതാണല്ലോ അന്നത്തെ ശൈലി, അതാണ്. അങ്ങനെയാണ് അവിടെ തിരൂരങ്ങാടിയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വളരെയധികം പങ്കുവഹിച്ച, വളരെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജീവിച്ച, അതിനു വേണ്ടി ഇന്ത്യയോട് എന്താണ് അനുകമ്പ കാണിച്ച കാരണവന്മാരും അവിടുത്തെ അവരെ മക്കളൊക്കെയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ പേരിലാണ്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല, പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. നാട്ടുകാർക്ക് വെറുപ്പ്, ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന ഷർട്ട് ധരിച്ചുകൂടാ, കതിർ വസ്ത്രം ധരിക്കണം, അവർ ധരിച്ചുകൂടാ, അവർക്ക് ഭാഷ സംസാരിച്ചുകൂടാ, എല്ലാം ഇന്ത്യ രാജ്യത്തിനോടുള്ള അമിതമായ സ്നേഹത്തിൻ്റെ പേരിലായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ പ്രത്യേകം പഠിക്കാനുള്ള കാരണം എന്താണ്? പിന്നെ ഭാവിയിൽ ഒരു പണ്ഡിതനാകുകയാണെങ്കിൽ ആ മേഖലയിലൊക്കെ എന്താണ് അറിവ് നേടണം. പിന്നെ ലോകത്തിൻ്റെ പോക്ക് ആ നിലക്കാണ് എന്നുള്ള നിലക്കേനെയാണ് 5ാം ക്ലാസ് സ്കൂളിലൂടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കൂടുതൽ പഠിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ 6, 7 അങ്ങനെ അന്നത്തെ PDC വരെയുള്ളതെന്തായി ഇംഗ്ലീഷ് അടക്കമുള്ളത് എന്താണ് പഠിച്ചു അക്കാലത്ത്. അതാണ് ജീവിതത്തിലെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം കോളേജിലേക്ക് എത്തിയതിനു ശേഷം ആ 2 വർഷം ഉസ്താദിന് ധാരാളം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തിരൂരങ്ങാടിയിൽ നിന്ന് ഈ ഭാഷയുടെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഭക്ഷണം തരുന്ന, അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരനായ ഒരാൾ, പ്രായ ആളാണ്. അയാൾക്കിതാണ് ഇംഗ്ലീഷ് എന്ന് കേട്ടപ്പോൾ എന്തായി, അയാൾക്കൊരു പള്ളിയിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാമെന്നാരോ അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു വികാരം ഉണ്ടായതാണ്. എൻ്റെ പേരേക്ക് ഭക്ഷണത്തിനൊന്നും വരണ്ട എന്ന് അയാൾ വഴിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ പോവുകയാണ് ഭക്ഷണത്തിന്. പോണ സമയത്ത് ആ ഭാഗത്ത് ചെന്നാലും വീട്ടിൽ ചെല്ലാൻ പറ്റൂല. എത്ര ദൂരം ഉണ്ടായിരുന്നു? അത് 1 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്.
അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞുകൂടാ. അവരെ ചുറ്റുപാട് അതാണ്. അന്ന് സ്വാതന്ത്ര്യ സമരവുമായിട്ട് അവരത്രമാത്രം എന്താണ് പിന്നെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവരെ ഭാഷ നമ്മൾ പള്ളിക്കെന്ന് പഠിക്കുക എന്ന് ഈ വയസ്സിന് വലിയ പ്രായമല്ല. അങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞെന്തായി, എൻ്റെ നാട്ടിൽ തന്നലക്കാരായ 4 ആളുകൾ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളോടും പറഞ്ഞു, ഇത് പഠിപ്പിച്ചു തരുന്ന ഒരു ഉസ്താദുണ്ട് മുഹമ്മദ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ തെക്കം ജില്ലയിലുള്ളതായ ആളാണ്. അദ്ദേഹമാണ് പഠിപ്പിച്ചു തരല്. അദ്ദേഹം എന്താണ് പഴയ കാലത്ത് അവിടെ നിന്ന് പഠിച്ചൊക്കെ വന്ന് അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് എന്തായി ഇസ്ലാമിനെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വന്ന ആളാണ്. അങ്ങനെ അന്ന് ബോംബെയിലേക്ക് പോയി. പരീക്ഷയിൽ എന്തോ കുറച്ച് മാർക്ക് കുറഞ്ഞ് തോറ്റപ്പം എന്തായി, അത് വലിയ മാനക്കേടായിട്ട് ബോംബെയിലേക്ക് പോയി. അങ്ങനെ ബോംബെയിൽ എത്തിപ്പെട്ടതിൻ്റെ ഉപ്പയും വെളാപ്പന്മാരൊക്കെ ഉള്ള റൂമിലാണ് അവർ എത്തിപ്പെട്ടത്. അപ്പോൾ അവരുടെ ആചാരങ്ങളും പ്രവൃത്തിയും സ്വഭാവമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വരാൻ വല്ലാത്ത താല്പര്യമുണ്ടായി. ഉപ്പയൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ആൾ തേഞ്ഞ് നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ തമാശയും കാര്യമായിട്ട് പറഞ്ഞു നോക്കിയിട്ടും അത് പറ്റില്ല, ഞാൻ നിങ്ങൾ ഈ ചേരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉപ്പ നാട്ടിൽ വന്നിട്ട് ടിക്കറ്റ് കൊടുത്ത് കണ്ട് എന്തായി നാട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഈ തിരൂരങ്ങാടി ദർസിൽ എൻ്റെ കൂടെ എന്തായി ഉണ്ടായി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 4 ആളോടും ഉസ്താദ് പറഞ്ഞു, ഷുജായിയുടെ പേരക്കുട്ടി കെ മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, നിങ്ങളെന്താണ് ഈ ദർസിൻ്റെ സംരക്ഷണത്തിന് നിങ്ങൾ ഒന്ന് മാറി നിൽക്കലാണ് നല്ലത്. അങ്ങനെയാണ് ഞങ്ങൾ ഫറോക്കിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന പെരുമുഖത്ത് ഞങ്ങളൊരു പരിചയമുള്ള ഉസ്താദ് ഉണ്ടായിരുന്നു, അവിടെ പോയി ചേർന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായി, ഈ ഭാഷ പഠിച്ചതാണല്ലോ ഒരു കാരണം. അപ്പോൾ ചെറിയൊരു അന്നത്തെ പ്രായത്തിനനുസരിച്ച് ഒരു വികാരവും ഉണ്ടായി, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ എന്തായി 2 ദിവസം ദർസിൽ നിന്ന് കണ്ട് 3-ാം ദിവസം ഞാൻ എന്തായി ഫറോക്ക് കോളേജിൽ ചേരാൻ വേണ്ടി പോയി. അവിടെ നിന്ന് എന്തായി എൻട്രൻസ് മുതൽക്ക് അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് അവിടെ ചേർന്ന് 2 ദിവസം അവിടെ നിന്നും ചെയ്തു. നമ്മളിതുവരെ ഉണ്ടായിരുന്ന ഒരു ധാർമ്മിക ആത്മീയമായൊരു ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു, അതൊന്നും അവിടെ ഇല്ല. വെറും ഭൗതികമായ ഒരു അവസ്ഥ. ഇതെല്ലാം കണ്ടിട്ട് എന്തായി അവിടെ 2 ദിവസം കഴിഞ്ഞ് അവിടെ പോയില്ല. അങ്ങനെ എന്തായി പിന്നെ അന്വേഷിച്ചു കേരളത്തിലെന്താണ് ഇംഗ്ലീഷ് ഭാഷ കൂടി പഠിക്കാനുള്ള വല്ല സ്ഥാപനമുണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ അന്വേഷണത്തിൽ കിട്ടിയത് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം അറബി കോളേജാണ്. അന്ന് അതിൻ്റെ എന്താണ് ഈ മൗനത്തുൽ സഭൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണത്. മൗനത്തിൻ്റെ പ്രസിഡൻറ്റ് മഹാനായ പാണക്കാട് PMS പൂക്കോയ തങ്ങളാണ്. അതിൻ്റെ സെക്രട്ടറി ഒരാൾ തിരൂരങ്ങാടി ഖാദിയായിരുന്ന പിന്നെ അബ്ദുറഹ്മാൻ കുട്ടി മഹദൂമി, അത് മൂപ്പര് സെക്രട്ടറി. മൂപ്പര് വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. അങ്ങനെ അവിടെ ഇംഗ്ലീഷ്, ഉറുദു, അറബി എല്ലാം എന്തായി. അതേ സമയത്ത് നമ്മൾ പഴയ സിലബസും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന വളരെ എന്താണ് താല്പര്യമുള്ള ഒരു സ്ഥാപനമായിരുന്നു. ഹൈദരലി സാർ ഉണ്ടായിരുന്നു, നാട്ടിക മൂസ മുസ്ലിയാരുണ്ടായിരുന്നു, അന്ന് കൂട്ടുകാരാണ്. വായനയുടെ ലോകത്തേക്ക് നീങ്ങി. അവിടെ നല്ല സ്വാതന്ത്ര്യമാണ്, എത്രയും വായിക്കുക, ഏതും വായിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായി ധാരാളം പുസ്തകങ്ങൾ അന്ന് പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 66 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്, അത് 66ഉം വായിച്ചിരുന്നു. പിന്നെ CM മൗലവി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മലബാറിലൊരു മൗലവി ഉണ്ട്, അദ്ദേഹത്തിനാണ് കുറേ സാഹിത്യങ്ങളും പുസ്തകങ്ങളൊക്കെ ഉള്ളത്, CM മൗലവി. അയാളെ പുസ്തകങ്ങളൊക്കെ അതും വായിച്ചു. അങ്ങനെ കിട്ടുന്നതൊക്കെ വായിക്കുക. എന്താണ് അങ്ങനെ കാരണം? സുന്നികൾക്ക് അങ്ങനെ കാര്യമായിട്ട് അന്ന് പ്രസിദ്ധീകരണമൊന്നുമില്ല. നമുക്കൊരു മാസിക ഉള്ളത് തന്നെ എന്താണ് അൽബയാൻ എൻ്റെ അറബി മലയാളത്തിലുള്ളൊരു മാസികയാണുള്ളത്. കാര്യമായിട്ടില്ല, തീരെ ഇല്ല എന്നല്ല, ഇന്നത്തെ പോലെ എന്തില്ല, നമ്മളിതേടെ വായിക്കാനുള്ള ഒരവസ്ഥ ഇല്ല. അപ്പോൾ കിട്ടിയതൊക്കെ വായിക്കുക, ഇങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ എന്താണ് അങ്ങനെ പ്രസംഗത്തിലും എഴുത്തിലൊക്കെ എന്തായി കുറച്ചിങ്ങനെ ഈ ആശയം കേട്ടാൽ നല്ല മധുരം തോന്നുമല്ലോ. അവരാശയം എന്തായി ജമാഅത്തെ ആശയത്തിന് കേട്ടാൽ നല്ല മധുരമാണ്. ഹുക്കൂമത്തെ ഇലായി, ഗവൺമെൻറ് ഓഫ് ഗോഡ് ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ, ദൈവികമായ ഭരണം എന്നൊക്കെ പറയുമ്പോൾ ആവേശമാണ്. അന്നത്തെ പ്രായം അതല്ലേ, അധികം പഠിച്ചിട്ടുമില്ലല്ലോ. അങ്ങനെ അതിനോട് ഇങ്ങനെ ഒരു അനുകമ്പ. അങ്ങനെ ആയപ്പോൾ എന്തായി പരീക്ഷയൊക്കെ കഴിഞ്ഞു. പരീക്ഷ കോളേജ് പൂട്ടുന്ന സമയത്ത് അന്ന് അവിടുത്തെ പ്രിൻസിപ്പാൾ KK
മുഹമ്മദ് മുസ്ലിയാരാണ്. വാണിയമ്പല ഉസ്താദിൻ്റെ മരുമകൻ ആണ് പ്രിൻസിപ്പാൾ. വൈസ് പ്രിൻസിപ്പാൾ എന്ന MM അബ്ദുള്ള മുസ്ലിയർ മർക്കസിലെ മുദരിസായിപ്പോൾ മരണപ്പെട്ട മഹാനവറുകളായിരുന്നു. അപ്പോൾ അവർ ഉസ്താദന്മാരെല്ലാം കൂടി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഇവിടെ തന്നെ നിന്നാൽ ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, അപ്പോൾ സുന്നത്തി ജമാഅത്ത് കാര്യമായിട്ട് ഉറച്ചൊന്ന് പഠിക്കാൻ പിന്നെ പട്ടിക്കാട്ടിക്ക് പോയിക്കോളൂ നിങ്ങൾ. ശംസുലമി കോട്ടുമലാസ്തമൊക്കെ ഉള്ള കാലമാണ്. മാത്രമല്ല പിന്നെ കണ്യത്ത് ഉസ്താവുണ്ട് അതിൻ്റെ 31 കൊല്ലം. അപ്പോൾ കണ്യത്ത് ഉസ്താവിൻ്റെ സുന്നത്തി ജമാഅത്ത് ഉറപ്പിക്കാൻ ഈക്കനെ കൊണ്ടാണ് കുറച്ച് ക്ലാസ്സിലാണ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് എന്ത് പോണത് പിന്നെ പട്ടിക്കാട്ടിലേക്ക് പോകാനുള്ള കാരണം. അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരിച്ച 60 പുസ്തകം വായിച്ചു. അതിനുശേഷം ഉസ്താദിനുണ്ടായ തിരിച്ചറിവ് ശംസുലമൻ്റെയും കോട്ടുമല ഉസ്താദിൻ്റെ ഒക്കെ സെബുക്കിൽ സുന്നത്തി ജമാഅത്ത് കാര്യമായിട്ട് എന്താണ് വിശദീകരിച്ച് പറയും. അപ്പോൾ ലക്ഷ്യം ചെയ്ത് നമ്മളത് എന്താണ് അനുഭവിച്ചറിയാണ്. അങ്ങനെ അതിൽ നിന്ന് എന്തായി, എല്ലാ നിലക്കും എന്തായി, പിന്നെ അവരോട് വിദഗ്ധക്കാർ എന്നുള്ള നിലക്ക് അവരോട് വിരോധം തന്നെ മനസ്സിൽ ഉദിക്കാൻ ഈക്കയാണ് വാസ്തവത്തിൽ എന്തായി ഈ സുന്നി പിന്നെ ആവേശം കുറേ ചെറുപ്പക്കാരുടെ ഇടയിൽ എന്താണ് അന്ന് ഉണ്ടാക്കുന്നതിൽ മുമ്പന്തിയിൽ ശംസുലമ തന്നെയായിരുന്നു. ജാമിഅ നൂരിയയില് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്നുള്ളത് 1973 സനത് വാങ്ങിയ ലാസ്റ്റ് 69-70 ഞാൻ അവിടെ ചേരുന്നത്. SSF 73 ആ ഒരു കാലഘട്ടത്തില്, തുടക്ക കാലഘട്ടത്തില് ഉസ്താദ് അവിടെ ഉണ്ട്. SSFന്റെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ അത് അന്ന് ഞാൻ നൂറുൽ ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അവിടുത്തെ വിദ്യാർത്ഥി സംഘടന ഉണ്ട്. ആ സംഘടനയുടെ ഒരു ഭാരവാഹിയായിരുന്നു ഞാനും. ഇത്രയൊന്നും വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ എന്തായി, അന്ന് ഒരു മീറ്റിങ്ങിൽ എന്താണ് ചർച്ച വന്നു, സുന്നി വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന വേണം, ഒരു സംഘടിത ശക്തി വേണം എന്നുള്ള ചർച്ച വന്നു. SSF എന്നൊന്നും വന്ന് പറഞ്ഞുകൂടാ, സുന്നി വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടിത ശക്തി വേണം എന്നുള്ള ഒരു ചിന്ത വരികയും അങ്ങനെ നൂറുൽ ഉലമ എന്തായി അത് മിനിറ്റ്സിൽ എഴുതുകയും ഏത് പുതിയ തീരുമാനം എടുത്താലും അഡ്വൈസറി ബോർഡിനോട് സമ്മതം ചോദിക്കണം. അപ്പോൾ EK ഉസ്താദിനോടും കോട്ടുമല ഉസ്താദിനോടൊക്കെ സമ്മതം ചോദിക്കാൻ ഒരു 4 ആളെ തിരഞ്ഞെടുത്തു. അതിൽപ്പെട്ട ഒരാൾ ഈ ഉള്ളവനും, ഒന്ന് പാറന്നൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ആയിരുന്നു ഒന്ന്. മറ്റ് 2 ആളെ എനിക്ക് വേണ്ട ഒരു ഓർമ്മ തോന്നുന്നില്ല. ഏതായിട്ട് ഞങ്ങൾ 4 ആൾ EK ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു. ഈ നൂറുൽ ഉലമയിൽ ചർച്ച ഉണ്ടായിരുന്നു, ഈ വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന വേണം എന്നൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നല്ലതാണോടോ, ആവശ്യമാണോടോ എന്നൊക്കെ ഞങ്ങളോട് അവിടുത്തെ ശൈലിയിൽ തന്നെ പറഞ്ഞു. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായി, തങ്ങൾ വരും, വ്യാഴാഴ്ച മീറ്റിംഗ് ഉണ്ട് ജാമ്യൻ്റെ, അവരോടൊന്ന് പറഞ്ഞാളിന്ന് പറഞ്ഞു. അങ്ങനെ ഇത് 71 ഈ സംഭവം. ഈ യോഗം കൂടുതലും ഉസ്താദിനോട് ചോദിക്കൽ. ആഫിത്തങ്ങളാണെന്ന് പ്രസിഡൻറ്റ്, പൂക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു യോഗത്തിന് വന്ന് അവരോട് ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് എൻ്റെ സംഘടന ഉണ്ടാക്കാനുള്ളൊരു അഭിപ്രായം വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട്. ഉസ്താദിനോട് ചോദിച്ചപ്പോൾ നിങ്ങളോടൊന്ന് പറയാനാ പറഞ്ഞതാണ്. അപ്പോൾ തങ്ങളിങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ഇപ്പോൾ നമ്മൾക്കതിന് ആയോ എന്ന് പറഞ്ഞു. സംഘടന ഒക്കെ നല്ലത് തന്നെയാണ്, ഇപ്പോൾ ആയിട്ടില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കിയാൽ മറ്റ് കക്ഷികളൊക്കെ എന്താക്കും, വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കും, അവരുണ്ടാക്കാൻ നമ്മളൊരു കാരണക്കാരാവണ്ടല്ലോ എന്ന് തങ്ങൾ പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതോടെ സംഭിച്ചു. അങ്ങനെ 72 തങ്ങളെന്തായി ഹജ്ജിന് പോയി. 72 മക്കയിൽ വെച്ച് എന്താണ് മരണപ്പെടുകയും ചെയ്തു. അതിൻ്റെ സെയ്ദ് ഉമർ തങ്ങളാണ് പിന്നെ ജാമ്യൻ്റെ പ്രസിഡൻ്റായത്. അപ്പോൾ 73 ആയിക്കണ്. 73 ജാമ്യൻ്റെ ഒരു സമ്മേളനം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഈ അഭിപ്രായം എന്തായി വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി കൺവെൻഷൻ എന്താണ് ചേരാൻ വേണ്ടി അതിനുള്ള പരിപാടികളൊക്കെ ചെയ്തു. അതിന് കോട്ടുമല ഉസ്താദ് അതിൻ്റെ അധ്യക്ഷനായിരുന്നു. അന്ന് ഇസ്മായിൽ വഫ സാഹിബാണ് അതിൽ കാര്യമായിട്ട് ഞങ്ങളെ സഹായിച്ചിരുന്നത്. അദ്ദേഹം ആഴ്ചയിൽ അവിടേക്ക് എന്താണ് വിരുന്നുകാരനായിട്ട് വരും. അങ്ങനെ മൂപ്പരിന്നാണ് ഈ ഊർജ്ജം നമ്മളെന്താണ് കാര്യമായിട്ട് അന്ന് ഞങ്ങൾ ഉൾക്കൊണ്ടത്.
അങ്ങനെയാണ് 1973 SSFിൻ്റെ സംസ്ഥാന കമ്മിറ്റി ജാമിയ നൂരിൽ വെച്ചുകൊണ്ട് ഉടലെടുക്കുന്നത്. ആദ്യ കമ്മിറ്റിയിൽ ഒരു അംഗമാണ് ഞാൻ, അത്രയേ ഉള്ളൂ. ഔദ്യോഗിക ഭാരവാഹിത്വം ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡൻറ്റും, പിന്നെ ജനറൽ സെക്രട്ടറി മറ്റേ നദ്വി ഉണ്ടല്ലോ, ബാവുദ്ദീൻ നദ്വി എന്ന് പറഞ്ഞ ഫൈലി. അന്നത്തെ തുടക്കകാലത്തെ SSFിൻ്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയായിരുന്നു? അത് ആകണതൊക്കെ ചെയ്യുക, ഇന്നത്തെ പോലെ യൂണിറ്റിൽ നിന്ന് പോരുക, അങ്ങനെ എന്താകുക, ഉയർന്ന് ജില്ലയ്ക്ക് വരിക, ജില്ലയിൽ നിന്ന് എന്താവുക സ്റ്റേറ്റിക്ക് വരിക, അങ്ങനെ എന്താണ് ദേശീയത, അങ്ങനെയൊന്നുമല്ല. സാധിക്കണമൊക്കെ ചെയ്യാമെന്ന്. പിറ്റത്താഴ്ച ഞാൻ അന്ന് മുസ്തഫ ഫൈസി ഞങ്ങളെല്ലാം കൂടി തിരൂർ താലൂക്കിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. തിരൂർ താലൂക്ക് കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഭൗതിക വിദ്യാർത്ഥികളെ പലരും പോയി പലരും കണ്ട് അങ്ങനെ ഒരു ദിവസം അസർ 4 മണിക്ക് തിരൂർക്ക് തന്നെ യോഗം വിളിച്ചു. അങ്ങനെ 6 ആളുകളാണ് അന്ന് വന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ഇരുന്ന് ചർച്ച ചെയ്യാൻ പോലും ഒരു സ്ഥലമില്ല. അപ്പോൾ ഓവർബ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ട് ഒരു പള്ളി, ആ പള്ളീൻ്റെ അവലിങ്കാരൊക്കെ ഇരുന്ന് കണ്ടെന്തായി ഞങ്ങൾ SSFിൻ്റെ യോഗം കൂടി. എന്നിട്ട് പിന്നെ താലൂക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ഈ ഉള്ളവനും മുസ്തഫ ഫൈസി സെക്രട്ടറി, പ്രസിഡൻറ്റും വേറെ ഒരു അബു സുബൈറിൻ്റെ അദ്ദേഹമൊക്കെ കൂടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെയാണ് അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ഇന്ന് SSF എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജില്ലയിലും എത്ര ആസ്ഥാനങ്ങൾ തന്നെ നമ്മൾക്കുണ്ടായി എന്നതെന്താണ് വളരെ അനുഗ്രഹീതമായ കാര്യമാണ്, സന്തോഷിക്കാൻ വകയുള്ളതാണ്. ഈ കഴിഞ്ഞ SSFിൻ്റെ ബോംബെയിൽ നടന്നിരിക്കുന്ന സമ്മേളനമൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. അത്രയും വളർച്ച ആ പ്രസ്ഥാനത്തിന് നേരിട്ടു. നമ്മളെ ശിഷ്യന്മാരിൽ തന്നെ പലരും അതിൻ്റെ നേതൃസ്ഥാനത്തൊക്കെ ഉണ്ടായി എന്നൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അൽഹംദുലില്ലാ. ഉസ്താദ് ജാമ്യയിലുള്ള സമയത്താണ് എഴുത്ത് പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ രചിക്കുന്നത്. എഴുത്ത് മേഖലകളിൽ എത്രത്തോളം ഉസ്താദിനെ ശ്രദ്ധിക്കാൻ സാധിച്ചു? ആദ്യമായി ഞാൻ എഴുതിയ ലേഖനം ഒരു പിന്നെ വാബികൾക്കെതിരുള്ളൊരു ലേഖനമായിരുന്നു. ആ വടകര അടുത്തുള്ള ഒരു അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറഞ്ഞൊരു മുജാഹിദ് ആശയക്കാരൻ കീശേരി വന്നിട്ട് പ്രസംഗിച്ചു. മുജാഹിദിന് വേണ്ടി പ്രസംഗിച്ചു. ലീഗ് നേതാവായി അദ്ദേഹം മുജാഹിദിന് വേണ്ടി പ്രസംഗിച്ചു. അതെന്താണ് എനിക്ക് വല്ലാതെ കൊണ്ടു. ഞാൻ ഇതിലൊരു ലേഖനം എഴുതി. പച്ചക്കൊടിയുടെ നിഴലിൽ മുജാഹിദ് പ്രചരിപ്പിക്കുകയോ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ ഹെഡിങ്. അത് അന്ന് ചന്ദ്രികല്ലോട് ചന്ദ്രികയ്ക്ക് അയച്ചു കൊടുത്ത് വേറെ പലരും അയച്ചു കൊടുത്ത് ആരും എടുത്തില്ല. അന്ന് മഹാനായ ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാർക്ക് അൽ ജലാൽ എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്, അതിനയച്ചു കൊടുത്ത്. അപ്പോൾ മഹാനവറുകൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ പ്രസിദ്ധി. അന്നത്തെ സാഹചര്യം അതാണ്. ആ രാഷ്ട്രീയ പാർട്ടിയോടോ അതിനോടൊന്നും ഒന്ന് കുറ്റം പറയാൻ, ഒരു അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല നിൽക്കുക. അന്ന് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ടൊരു ലേഖനം ഈ ഒരു ലേഖനമാണ്. ഗ്രന്ഥങ്ങൾ പിന്നെ സാബാനു കേസ് ഉണ്ടായി. അതിനോടനുബന്ധിച്ച് ശരീഅത്ത് ഭേദഗതി ചെയ്യണം പല വിഭാഗവും പറയുകയും അതിനുവേണ്ടി പ്രവർത്തിച്ച ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യുകയോ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ അതിൻ്റെ മുഖവര എഴുതി തന്നത്. ലീഗ് രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഒരു പണ്ഡിതൻ എന്നതോടൊപ്പം തന്നെ ഒരുപാട് കാലം ലീഗ് രാഷ്ട്രീയത്തിൽ 22 കൊല്ലം ജനസാന്നിധ്യമായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് പോലായിരുന്നു. ധാരാളം വേദികളിൽ നിരന്തരം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഉസ്താദ് എന്താണ് അതിൽ നിന്ന് മാറാനുള്ള കാരണം? എന്താണ് ഉസ്താദിന് അതിന് കാരണം? ഒന്നാമതായി അതിൽ ചേരാനുള്ള ഒരു കാരണം, പ്രധാനമായ കാരണം എന്താണ്? അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടായിരുന്നു. താനൂർ നിയോജക മണ്ഡലമാണ്. അവിടെ ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോയി നിർത്തും. എന്നാൽ ജയിക്കൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് താനൂർ. ജയിച്ച് നന്ദി പറയാൻ പോലും ആ MLA ഞങ്ങൾക്ക് കിട്ടാറില്ല. വലിയ രാഷ്ട്രീയമുണ്ട്, കാര്യമുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നാട്ടിനൊന്നും തന്നെ രാഷ്ട്രീയപരമായി കിട്ടാത്തൊരു സാഹചര്യം. അതിന് വേണ്ടി SYS ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്.
SYS-ലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് നാട്ടിലെ വികസനത്തിന് പ്രവർത്തിക്കാൻ എന്തുവാ രാഷ്ട്രീയം കൂടി വേണം എന്നൊരു സാഹചര്യം വന്നു. ഉദാഹരണമായിട്ട് നാട്ടിലെ റോഡ്, ആ റോഡ് എല്ലാം എന്താണ് അതിൻ്റെ കൺവീനർ ജനുവാനായിട്ട് എന്താണ് ഞാൻ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. അതുപോലെ ഇലക്ട്രിക് വൈദ്യുതി വന്നു, അത് പാസ്സാക്കി എടുക്കാൻ. അതുപോലെ ആശുപത്രി കൊണ്ടുവന്നു, പല സ്കൂളുകളും പാസ്സാക്കി. ഇങ്ങനെ പല മേഖലയിലും എന്തായി അന്ന് രാഷ്ട്രീയം കൂടി വേണം എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് എന്തായി അന്ന് ലീഗിൽ പ്രവർത്തിക്കാനുള്ള കാരണം. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാവരും എന്താണ് സുന്നികളാണ്, എല്ലാവരും ലീഗുമാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ കാലത്തുള്ളതും. അങ്ങനെയാണ് അതിലെന്തായി നാട്ടിൻ്റെ വികസനത്തിന് പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി വേണം, ഇന്നത്തെ പോലെയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്ന് രാഷ്ട്രീയത്തിൽ എന്താണ് നന്നായി പ്രവർത്തിക്കാൻ അതിൽ ഇറങ്ങുക. പിന്നെ കൂടിയ പിന്നെ അത് കോടരുതല്ലോ. ആ നിലക്കെന്തായി യൂണിറ്റ് പ്രസിഡൻ്റായി 22 കൊല്ലം, പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായി, അങ്ങനെ താനൂർ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് 15 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. പിന്നെ 5 കൊല്ലത്തോളം പോരുമ്പോൾ എന്തായി ഈ ഉള്ളവൻ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലത്തിൻ്റെ പ്രസിഡൻറ്റും കുട്ടിയാമുട്ടി സാഹിബ് എന്താണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. പിന്നെ അതിലൊക്കെയുള്ള രാഷ്ട്രീയക്കാർക്കും നമ്മൾ അന്ന് വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നെന്തായി ഈ MDP എന്ന് പറഞ്ഞിട്ട് എന്തായി സുന്നികൾക്കൊരു രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ എന്തായി ഉണ്ടാക്കി. അതിന് നാട്ടിക മൂസൗലിയർ എന്താണ് MDP എന്നുണ്ട്. ആ മൗലിയമാരൊക്കെ എന്താണ് MDPക്കാരാണ് എന്നുള്ളൊരിതുണ്ട്. അതിനെ എതിർക്കാനും എന്ത് വേണം, ഒരു മുസ്ലിം വേണമെന്ന് രാഷ്ട്രീയം നേതൃത്വത്തിനടുത്ത് അങ്ങനെയുണ്ട് ഒരു ചിന്ത. അങ്ങനെയാണ് ഒന്ന്, അതൊക്കെ അവർക്ക് ചിന്ത ഉണ്ടെങ്കിലും എനിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിലെന്തായി നന്നായി ഇലക്ഷനൊക്കെ വന്നാൽ 26 സ്റ്റേജിലടക്കം ഓരോ ദിവസവും പ്രസംഗിച്ച സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിൽ ചേർന്നാൽ പിന്നെ അത് വിജയിപ്പിക്കലാണല്ലോ. അതിൽ നിന്നെന്തായി മതത്തിലവർ ഇടപെട്ടു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൊതു പ്ലാറ്റ്ഫോമാണത്. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും എന്തായി ഒന്നിച്ച് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രസ്ഥാനമാണ്. പിന്നെ എന്തായി EMSൻ്റെ ഭരണകാലത്ത് എന്തായി ഹരിജനങ്ങളും മറ്റൊക്കെ എന്തായി അവരും കൂടി കൂട്ടിയിട്ടെന്താണ് മുസ്ലിങ്ങളുടെയും മറ്റ് പിന്നോക്ക വിഭാഗത്തിൻ്റെയും രാഷ്ട്രീയമായ നേട്ടങ്ങൾ എടുക്കാനാണ് അതിനെ രൂപീകരിച്ചിട്ടുള്ളത്. അവരെന്തായി മതത്തിലിടപെട്ടു. മൊത്തം മുസ്ലിങ്ങൾ എന്താണ് പൊതു പ്ലാറ്റ്ഫോം ആയിരുന്നു. അങ്ങനെ മതത്തിലിടപെട്ട് എന്താണ് കോഴിക്കോട് വെച്ച് എന്തായി SYS-ൻ്റെ ഒരു യോഗം എറണാകുളത്ത് നടക്കുന്നുണ്ട്. അതിലെന്താണ് പാർട്ടിക്കാരും പോകരുത് എന്നെന്തായി അന്ന് ഒരു എന്താണ് മുസ്ലിം ഹൈ പവറാണ് അത് തീരുമാനിച്ചു. അതാണ് എന്നെ കൂടുതലായിട്ട് എന്താണ് ചൊടിപ്പിച്ചത്. ഈ മാത്രമല്ല അതോടുകൂടെ തന്നെ എന്താണ് ആ പാർട്ടി എന്താണ് ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം നിന്നു. ഭിന്നിച്ചപ്പോൾ അവരെന്തായി ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം നിൽക്കുകയും മറ്റു വിഭാഗത്തിൻ്റെ തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. മുസ്ലിങ്ങളെ പൊതു പ്ലാറ്റ്ഫോം ആകുമ്പോൾ മുസ്ലിങ്ങളെ നന്നാക്കാനും രണ്ടു കൂട്ടരും എന്താണ് യോജിപ്പിച്ചുകൊണ്ട് അതാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ഒരു കൂട്ടരെന്തായി ഒരു കൂട്ടരൊപ്പം വരെ നിൽക്കുകയും മറ്റു കൂട്ടന്മാരെന്താണ് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ എന്താണ് അത് ഭരണഘടനയ്ക്കെതിരാണ് എന്ന നിലക്ക് തന്നെയാണ് ഞാനത് രാജിവെച്ചിട്ടൊന്നുമില്ല, എന്നെ ഒഴിവാക്കിയിട്ടുമില്ല, ഞാനായിട്ട് ബന്ധം അവസാനിപ്പിച്ചു. അത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നാടിനുണ്ടാകേണ്ടുന്ന പുരോഗതി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിലും അത് 50-ലേറെ വർഷം അതിന്റെ നാട്ടിലെ മഹല്ലിലെ പ്രസിഡന്റാണ്. മഹല്ല് പ്രസിഡന്റാണ്. ആ മഹല്ല് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉസ്താദിന്റെ മഹല്ലിൽ നടപ്പിലാക്കുന്നത്? കുറെ മഹല്ലുകളുണ്ട്, കുറെ പ്രസിഡന്റുമാരുണ്ട്, അവരൊക്കെ അതിൻ്റെതായ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഉസ്താദിന്റെ മഹല്ലില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൊത്തം മഹല്ല് കമ്മിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അതേസമയം SYS-ൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ, യൂണിറ്റ് SYS. അപ്പോൾ ഈ SYS എടുക്കണ അന്നത്തെ ഒരു 25ഓളം വീട് എന്തായിട്ടുണ്ട് ആ മഹല്ലിൽ പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികളെ വിവാഹത്തിന് എന്തായിട്ടുണ്ട് മഹല്ല് കമ്മിറ്റി SYS-ഉം കൂടിയിട്ട് എന്തായി അതിന് നേതൃത്വം കല്യാണത്തിന് സഹായം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എന്തായി പിന്നെ നാട്ടിൻ്റെ മറ്റ് പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പിന്നെ സ്കൂളിന് യോഗ ആണെങ്കിലും
ആശുപത്രി സംബന്ധമായ യോഗമാണെങ്കിലും ഇലക്ട്രിക് യോഗമൊക്കെ SYS ഓഫീസിലാണ് കൂടാറ്. അങ്ങനെ അവിടുന്ന് എടുക്കുന്ന ഒരു തീരുമാനം പള്ളിയിൽ നിന്നാണ്ട് പറയും. അതേ സമയത്ത് ശക്തമായ സുന്നത്തി ജമാഅത്ത് എന്താവും നാട്ടിൽ പറയും. അതിന് സുന്നി പഠിപ്പിക്കലാണ് കാര്യമായിട്ട് ആ മഹലിൽ ചെയ്തത്. അതിന് പിന്നിപ്പൊന്നും ഇല്ലാതെ എന്തായി എല്ലാവരെയും അണിനിരത്താൻ കഴിഞ്ഞു എന്നതാണ് അൽഹംദുലില്ലാ എൻ്റെ വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ പട്ടിക്കാട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കയറി വന്നപ്പോഴാണ് ഇതിലേക്ക് വന്നത്. ഉസ്താദിന്റെ പ്രഭാഷണ മേഖലയിൽ ഉസ്താദ് കഴിവ് തെളിയിച്ച ആളാണ് എന്ന് ഉസ്താദിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകദേശം 40ഓളം ദിവസം ഒരു സ്ഥലത്ത് വ്യത്യസ്ത വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ പഠനകാലത്ത് തന്നെ ഉസ്താദ് സ്റ്റേജ് വാഴകളിൽ ഖണ്ഡനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യമൊക്കെ പോയിരുന്നു. ബോംബെയിൽ പോയൊരു ബോംബെയിൽ അന്ന് ഉപ്പയും എളാപ്പമാരും ഒക്കെ ബോംബെയിലാണല്ലോ. അപ്പോൾ ജാമ്യയിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്തായി ബോംബെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ ഒരാഴ്ച അന്ന് എന്തായി ബോംബെയിൽ എന്തായി വയലു പറഞ്ഞു ഒരാഴ്ച. അങ്ങനെ എന്തായി അവർ നാട്ടുകാരും അല്ല നാട്ടുകാർ തന്നെയാണ്. അവർ വേണ്ട എനിക്ക് മുത്തവല് വരെ പഠിക്കാനുള്ള എല്ലാ കിതാബും അന്ന് ബോംബെയിലാണ് കിതാബൊക്കെ വിതരണം ചെയ്യുന്നത്. അവിടുന്ന് വാങ്ങിത്തന്ന്. പഠനകാലത്തുള്ള ഒരു അനുഭവം സ്വന്തമായ കിതാബ് ഉണ്ടായിരുന്നു. എല്ലാം ഓദ്യ കിതാബൊക്കെ സ്വന്തം തന്നെ. അങ്ങനെ ഉണ്ടാറില്ല. വഖഫിൻ്റെ കിതാബോ എല്ലാവരെയും എന്താണ് വായ്പ വാങ്ങിയിട്ടൊക്കെയാണ് പലരും അന്ന് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഉസ്താദ്മാർ പറഞ്ഞത് ഷറ എഴുതാനും ഇതിനൊക്കെ സ്വന്തം ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുള്ളൂ എന്ന്. അപ്പോൾ എന്താണ് അൽഹംദുലില്ലാ പഠിച്ച എല്ലാ കിതാബും തന്നെ എന്ന് പറയാം. അതൊക്കെ എന്താണ് സ്വന്തം വാങ്ങിയിട്ട് എന്താണ് ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ ഉമ്മയുടെ ആഗ്രഹം പോലെ ഉസ്താദ് പണ്ഡിതരാമൻ പഠിച്ചു. അങ്ങനെ ജാമ്യയില് പഠനം പൂർത്തിയാക്കി. റിസൾട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ ഉസ്താദ് ഒരു മുദരിസായി സേവനം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഏകദേശം 40-40ലേറെ വിദ്യാർത്ഥികൾ, നാട്ടുകാരും വൈദേശികരും വിദൂരത്തുനിന്നൊക്കെ ഉള്ളവരുമായി. ഉസ്താദ് എവിടെയായിരുന്നു ആദ്യം ദർസ്? അപ്പോൾ ജാമ്യയിലെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടില്ല. അപ്പോഴേക്ക് എന്താണ് മറുവും പിന്നെ ഒരു വീരാൻകുട്ടി ആജി ഉണ്ടായിരുന്നു, കടുങ്ങല്ലൂർ വീരാൻകുട്ടി ആജി പറയും. മൂപ്പര് പട്ടിക്കാട് എപ്പോഴും വരും. ഈ ഉസ്താദിൻ്റെ ഒക്കെ സ്വന്തം ആളായിരുന്നു. നല്ല വഴുതൊക്കെ പറയും. മൂപ്പരെ കെയർ ഓഫിൽ എന്തായി പിന്നെ കീശ്ശേരി അടുത്ത് പുളിയക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പുളിയക്കോട് ആക്കപ്പറമ്പ് ജുമായത്ത് പള്ളിയിലാണ് ആദ്യമായി ദർസേറ്റത്. അന്ന് 44 വിദേശ മുത്താലിമികൾ ഉണ്ടായിരുന്നു ആ ദർസിൽ. നാട്ടുകാരും ഏകദേശം അത്ര ഉണ്ടായിരുന്നു. ഉസ്താദ് 89 കാലത്ത് നമ്മുടെ സംസ്ഥയുടെ പുനഃസംഘടന തിരൂരങ്ങാടിയിൽ വെച്ചാണ് നടന്നത്. ആ സമയത്ത് ഉസ്താദ് അതിന്റെ കൺവീനർ ആയിരുന്നു. അതിന്റെ ജനറൽ ബോഡി കൂട്ടുന്ന വിഷയത്തിൽ അന്ന് വല്ലാത്തൊരു പ്രതിസന്ധി കാലം. പ്രതിസന്ധാണ്. ഉസ്താദിന്റെ കൂടെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് മർഹൂം കുഞ്ഞുമോൻ ഫൈസി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ TT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ ചേറൂർ അവരുണ്ടായിരുന്നു. ഒരു കാരണവരും നേതാവുമായിട്ട് MM കുഞ്ഞുമഹമ്മദ് ഹാജി അന്നും സജീവമായിട്ട് എന്താണ് സുന്നിയിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അന്ന്, കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അങ്ങനെയാണ് അവിടെ 5000 പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് യോഗം വിളിച്ചത്. അങ്ങനെ ഈ പണ്ഡിതന്മാരെ ക്ഷണിക്കാൻ വേണ്ടി രാത്രി ഒരു 12 മണിക്കൊക്കെയാണ് ആ പള്ളിയിൽ ചെല്ലൽ. കാരണം ഞങ്ങൾ പകൽ എന്ന് അറിഞ്ഞാൽ എന്താണ് ആ ദർസിന് അത് കോട്ടം വരും. കാരണം അവിടെയൊക്കെ എന്താണ് വിരോധികളാണ് ഉള്ളത്. അന്ന് ഞാൻ പിന്നെ പര്യാപുരം എന്നറിയും. പര്യാപുരം എന്ന് പറഞ്ഞാൽ തിരൂരടുത്തുള്ള പര്യാപുരത്താണ് ഉള്ളത്. 3-5 കൊല്ലം നീണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പര്യാപുരത്തേക്കാണ് 2 കൊല്ലം നീണ്ടത്. അവിടെ ഏകദേശം സ്വാതന്ത്ര്യമുള്ളൊരു അവസ്ഥയും ചുറ്റൊക്കെ ആയിരുന്നു. 3 അങ്ങനെ തന്നെയായിരുന്നു. അസറിൻ്റെ ശേഷമായാലും ഇലക്ഷൻ്റെ ഒക്കെ തിരഞ്ഞെടുപ്പ് സമയമായാലും അസറിൻ്റെ ശേഷം ലീഗിൻ്റെ കൊടിയും കെട്ടിയിട്ട് ജീപ്പ് എന്താവും പള്ളിയുടെ മുന്നിലവിടെ വന്ന് നിൽക്കും. കേട്ടെന്തായി ദർസ് കഴിയുമ്പോഴത്തേക്ക് ഞാനെന്താണ് പ്രസംഗം പരിപാടിയൊക്കെ ഉണ്ടാവുക കഴിഞ്ഞിട്ട് വരലാണ്. അങ്ങനത്തെ സാഹചര്യം അന്നാണ് 3 അടക്കം ഉണ്ടായിരുന്നത്. അത്രയും ബന്ധമായിരുന്നു. അതിൽ ഒരു പ്രധാനമായ കാരണം എന്തായി ഇത് തന്നെയാണ് ഉമ്മാൻ്റെ നിർബന്ധം. അതോടെ തന്നെ പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്താണ്
മുഖത്തങ്ങൾ എന്താണ് എന്നെ കൊണ്ടുപോകും ഓതാൻ പറഞ്ഞേക്കാൻ ഇത് വരുന്ന കണ്ടൊക്കെ പിന്നെ ഹൈദരലി ഷിഹാബ് തമ്മിലുള്ള ഇരിക്കുന്ന ആ സ്നേഹബന്ധം എൻ്റെ വീട്ടിലടക്കം പലവട്ടം വന്നിട്ടെന്തായി ഞങ്ങൾ എൻ്റെ കല്യാണത്തിലും വലിയൊക്കെ എന്താണ് എല്ലാത്തിലും സജീവമായിരുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ മുറുകാനുണ്ടായ ഒരു കാരണം അതാണ്. അതേസമയത്ത് സുന്നത്തിയമായത്ത് വിടുന്ന ഒരു സംഘവും ഒരു പരിപാടിയും അന്നും ഉണ്ടായിരുന്നില്ല. തെന്നലിലുള്ള ഉസ്താദ് എങ്ങനെയാണ് പിന്നെ കൊണ്ടോട്ടി അവിടുത്തെ ട്രസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് എത്തുന്നത്? അങ്ങനെ പിന്നെ സമസ്തയിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേനെ അവിടുത്തെ SSF SYSൻ്റെ പ്രവർത്തകന്മാർ അവിടുത്തെ ഉമറാക്കളെയും വിദ്യാസമ്പന്നരൊക്കെ ഒരുമിച്ച് കൂട്ടി സുന്നികൾക്കൊരു സ്ഥാപനവും പരിപാടിയൊക്കെ വേണം. കാരണം അന്ന് അവിടെ വിധേയി കക്ഷികളെന്തായി വലിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. അത്യാവശ്യം സാമ്പത്തികമുള്ളവർ വിദ്യാഭ്യാസമുള്ളവരൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് അവിടെ രംഗത്തിറങ്ങാൻ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ SSFൻ്റെ മക്കളെന്താണ് ഇറങ്ങി. അങ്ങനെ എന്തായി ഒരു ട്രസ്റ്റ് കൊണ്ടോട്ടി ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് എന്തായി ഉണ്ടാക്കി. അതിൻ്റെ ഇടയിലാണ് സമസ്തയിൽ എന്താണ് ഭിന്നത ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് കഴിവുള്ള പലരും എന്തായി അതിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഈ ട്രസ്റ്റിന് എന്തായി കഴിവുള്ളവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ടായിരുന്നു പലരും സമ്പന്നന്മാരൊക്കെ ഒഴിഞ്ഞുപോയി. പിന്നെ ബാക്കി എന്തായി കുറഞ്ഞ SSFൻ്റെ പ്രവർത്തകർ മുഴുവനും SYSൻ്റെ പ്രവർത്തകരും അന്നും എന്താണ് അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന അരീക്കാട മൂസാജി എന്ന് പറഞ്ഞ ഒരു അമീറായിരുന്നു. നല്ല സുന്നിയായിരുന്നു, നല്ല കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്നു. അദ്ദേഹം ആണ് ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് ബാക്കിയുണ്ട്, ബാക്കി മറ്റവരൊക്കെ പോയിക്കണം. അപ്പം എന്തായി അവരെന്തായി ഒരു ജനറൽ ബോഡി വിളിച്ചു ഈ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ മൂസാജി പലവട്ടം എൻ്റെ ഉപ്പനേക്കാളും പ്രായമുള്ള മൂസാജി പലവട്ടം എൻ്റെ ഞാൻ ദർസ് നടത്തുന്നോട്ടുമൊക്കെ വന്ന് അങ്ങനെ ജനറൽ ബോഡിക്ക് ഡേറ്റ് കണ്ട് ജനറൽ ബോഡിക്ക് അന്നൊരു വാടക കെട്ടിടത്തിലാണ് ഉള്ളത്. ആ വാടക കെട്ടിടം ഒരു നഴ്സറി സ്കൂള് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ അവിടെ യോഗം കൂടി. അന്നേനെ അതിൻ്റെ മുമ്പേ തന്നെ AP ഉസ്താദ് എന്നോട് പറഞ്ഞിരിക്കണം ആ കൊണ്ടോട്ടിക്കാരങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കണം, നമുക്കൊരു ആസ്ഥാനം അവിടെ ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ എന്താണ് ഞാൻ അധ്യക്ഷനാണ് ജനറൽ ബോഡിയുടെ. ആ ജനറൽ ബോഡി വെച്ചുകൊണ്ട് പ്രസിഡൻറ്റ് മൂസാജി തന്നെ. പിന്നെന്തായി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ പോലെ തന്നല പൈസ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാണ്ട് തെക്കിബീറായിട്ട് ചെല്ലി. അങ്ങനെയാണ് ഞാൻ അവിടെ എന്താണ് ജനറൽ സെക്രട്ടറി ആയി അൽഹംദുലില്ലാഹ് ഇന്നും തുടരുന്നത്. അങ്ങനെയാണ്. അന്ന് ട്രസ്റ്റിൻ്റെ ഒരു നഴ്സറി സ്കൂളേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോൾ എന്തായി ഈ സ്കൂൾ എന്തായി ഹൈസ്കൂൾ CBSEയുടെ നേതൃത്വത്തിലുള്ള എന്താണ് ഹൈസ്കൂള് +2 വരെയുള്ള വിദ്യാഭ്യാസം. അതുപോലെ തന്നെ എന്താണ് അവൻ ഈ സ്കൂള് ഒരു 1500-2000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂള് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പെൺകുട്ടികൾക്ക് പ്രത്യേകമായ ഒരു വിമൻസ് കോളേജ്, ബുഖാരി വിമൻസ് കോളേജ് ഉണ്ട് നാട്ടിലും. അതുപോലെ നാട്ടിലും എന്താണ് പെൺകുട്ടികൾ എന്താണ് സ്ഥാപനം 30 കൊല്ലത്തിലേറെ അയക്കണം. അൽഫത്തഹ് എന്ന് പറഞ്ഞിട്ട് എന്തായി ഒരു സ്ഥാപനം അവിടെ ഉണ്ട്. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകണം എന്നുള്ളൊരു തോന്നൽ അന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. നമ്മളെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പെൺകുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം നൽകണമെന്ന്. അങ്ങനെയാണ് തന്നലിൽ അൽഫത്തെ എന്താണ് 2000 വിദ്യാർത്ഥിനികൾ ഈ 32 കൊല്ലത്തിനടുക്ക് പഠിച്ച് കുടുംബിനികളായിട്ടും മറ്റു നിലക്കൊക്കെ പോയവരുണ്ട്. ബുഖാരിയിലും അതുപോലെ തന്നെ വിമൻസ് കോളേജ് ഉണ്ട്. ആൺകുട്ടികൾക്ക് എന്തുണ്ട് VKRS ബുഖാരി കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ആൺകുട്ടികളുടെ ബോർഡിങ് അതുണ്ട്. ഇഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. 5ാം ക്ലാസ്സിൽ എന്താണ് കഴിഞ്ഞ കുട്ടികളെന്താണ് ഈ സ്കൂളിൽ ചേർത്ത് SSC ആകുമ്പോഴേക്ക് ഖുർആൻ പഠിക്കണ ഹാഫിളാകുന്ന ഒരു സംവിധാനം. ഇങ്ങനെ അതിലൊക്കെ വളരെ പ്രധാനമായത് ദേവാ കോളേജാണ്. ദേവാ കോളേജ് ബുഖാരി ദേവാ കോളേജിൽ പുറത്തിറങ്ങിയ ഫാറൂഖ് നൈമി ബുഖാരി, അതേപോലെ റാഷിദ് ബുഖാരി, ഷൗക്കത്ത് നൈമി ബുഖാരി തുടങ്ങിയിട്ടുള്ള പ്രഭാഷണ മേഖലയിൽ, ദാവാ മേഖലയിൽ, എഴുത്ത് മേഖലകളിൽ ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്തൊക്കെ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ, ഒരുപാട് ദായികളെ സംഭാവന ചെയ്യാൻ ഉസ്താദിന്റെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. വർഷങ്ങൾക്കിപ്പുറം ഉസ്താദ് തിരിഞ്ഞു നോക്കുമ്പോൾ ബുഖാരി ദാവ കോളേജിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥികളെ, അതുപോലെ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫലം കാണുമ്പോൾ എന്താണ് ഉസ്താദ്? അത് പറയേണ്ടതില്ലല്ലോ.
ഞങ്ങളൊരു ദിവസം വയനാട്ടിലൊരു വിശദീകരണ യോഗം കഴിഞ്ഞ് പോരുകയാണ്. എ.പി. ഉസ്താദ് ഉണ്ട്, ഞാനുണ്ട്. അങ്ങനെ കഴിഞ്ഞ് പോരുമ്പോൾ രാത്രി കുറച്ച് പാതിരയിക്കണം. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഡ്രൈവർക്ക് വർക്ക് വരാതിരിക്കാൻ വേണ്ടി പലതും പറയും. ആ കൂട്ടത്തിൽ പറയും, തെന്നലേ എന്നെ തെന്നലേന്ന് വിളിക്കാം. നമുക്ക് കേരളത്തിൽ ആലിമീങ്ങൾ നമുക്ക് ധാരാളം ഉണ്ട്. പക്ഷേ നമ്മളെ സ്റ്റേറ്റ് വിട്ടാൽ എന്താണ് നമ്മളെ സുന്നത്തി ജമാഅത്ത് പറയാനൊന്നും ആൾ വളരെ കുറവാണ്. അതിനൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കണം എന്ന് എന്നോട് ആ യാത്രയിൽ ഉസ്താദ് പറഞ്ഞു. ഞാനും അതിന് എന്താണ് വളരെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ദേവാ കോളേജ് ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നെന്തായി, അന്ന് ഇസ്മായിൽ വഫ അതുപോലെ കുറേ ബുദ്ധിജീവികളൊക്കെ കൂട്ടി അതിൻ്റെ നാനാ തുറകളും എന്താണ് ചർച്ച ചെയ്ത്. അങ്ങനെയാണ് ഈ ദേവാ കോളേജ് എന്നുള്ള സിസ്റ്റം എന്താണ് മനസ്സിലാകുന്നത്. അപ്പോൾ മതം പഠനം കിതാബിൽ എന്താണ് ഒരു കുറവും വരാതെ കിതാബ് പഠിക്കലോട് കൂടെ ഭൗതികമായിട്ടും എന്താണ് താലിമീങ്ങൾക്ക് എന്താണ് കഴിവുണ്ടാവണം. അതാണ് ദീനിൻ്റെ വളർച്ചയ്ക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് 1992 ഒരു ജനുവരി മാസം 10-ാം തീയതി അന്ന് പ്രസിഡൻ്റ് എന്താണ് കുണ്ടൂർ ഉസ്താദാണ്. കുണ്ടൂർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ദേവാ കോളേജ് എന്താണ് ആരംഭിക്കണമെന്ന് അന്നെന്തായി തീരുമാനിച്ചത്. കുണ്ടൂർ ഉസ്താദാണെന്ന് പ്രസിഡന്റ് അവരുടെ അധ്യക്ഷതയിൽ വന്നിട്ട് തുടങ്ങിയതാണ് ഈ ദേവാ കോളേജ്. അന്ന് ദേവാ കോളേജിക്ക് എന്താണ് ആളെ കിട്ടില്ല, എന്താണിത് പുതിയത് എന്താണെന്ന്. അങ്ങനെ എന്താണ് ജീപ്പ് എടുത്തിട്ട് ഞങ്ങൾ തെക്കൻ ജില്ലയിലേക്ക് എല്ലാം പോയി അവിടുത്തെ ആളുകളോട് ഇതിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കി കൊടുത്ത്. അങ്ങനെയാണ് പിന്നെ ഈ ഫാറൂഖ് ബുഖാരിൻ എന്തായി അവരുടെ വാപ്പിയും ജ്യേഷ്ഠന്മാരെല്ലാം കൂടി ഏൽപ്പിച്ചു തന്നു. അവിടുന്ന് തന്നെ ഈ ഷൗക്കത്തിന് അതിൻ്റെ അടുത്ത് തന്നെ കിട്ടി. ഞാൻ അധികം കുട്ടികളും ആ ഭാഗത്തു നിന്നായിരുന്നു. അങ്ങനെ ഒരു 12 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാണ് ബുഖാരി ദേവാ കോളേജ്. ഉസ്താദിൻ്റെ ദേവാ മേഖല, പ്രബോധന മേഖല, ഇതൊക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഉസ്താദിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള സമ്പാദ്യം ഒറ്റയ്ക്ക് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണ്. പഠനകാലത്തെ ഉസ്താദ് സ്വന്തമായിട്ടൊരു അസ്തിത്വം ഉണ്ടാവണം, ആരെയും ആശ്രയിക്കരുത് എന്നൊരു കാഴ്ചപ്പാട്. ഉസ്താദ് ഒരു ബിസിനസ്സുകാരനാണ്. എന്താണ് സാമ്പത്തിക വിശേഷങ്ങളൊക്കെ? എനിക്ക് മുമ്പേനെ ഒന്നാമത്തെ എൻ്റെ ഉപ്പടക്കമുള്ള കുടുംബം എന്തായി ഈ മേഖലയ്ക്ക് കടക്കുന്നതിന് എന്താണ് അവർ കണ്ട കാരണം തന്നെ എന്തായി ഇതിൻ്റെ പിന്നെ 2ാം സ്ഥാനം കണക്കുന്ന ഒരു കാലമാണ്. അപ്പം അന്ന് തന്നെ എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, പണ്ഡിതന്മാരൊക്കെ സ്വയം കാലിമേൽ നിൽക്കുന്നവരാവണം, സമുദായത്തിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ദേവ പറ്റൂല എന്ന് അന്ന് തന്നെ എനിക്കൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓതുന്ന പഠിക്കണ കാലത്ത് തന്നെ അന്നും എനിക്ക് പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ഓത്തിന് മുടക്കുണ്ടാകുന്നതല്ല, അല്ലാത്ത എന്നും ബിസിനസ് ഉണ്ടാവും. അങ്ങനെ എന്തായി ഈ റിയൽ എസ്റ്റേറ്റ് എന്തായി കുറേ കാലങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ 2 കൊല്ലമായി നിർത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്തായി പല രൂപത്തിലുള്ള ബിസിനസ്സുകളും ആ കാലത്ത് എന്തായി ഓത്തിന് മുടക്കില്ലാത്ത പലതും എന്തായി അന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് അന്ന് ഇ അഹമ്മദ് സാഹിബ് ഞങ്ങളെ മണ്ഡലം MLA മന്ത്രിയൊക്കെ ആയിരുന്ന കാലത്താണ് എനിക്കവിടെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കണ്ടത് അവിടെ എന്തെങ്കിലും മൂപ്പര് പറയും, മുസ്ലിയാരെ കണ്ണൂർ വാസി പറയും, നിങ്ങൾക്കൊക്കെ എന്താണ് ഒരു സ്വയം നിലനിൽപ്പുണ്ടാകണം, അതിന് ഇവിടെ നിങ്ങൾ എന്താണ് ഒരു ഫാക്ടറി തുടങ്ങി ഞാൻ എൻ്റെ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം ഓളോമ്പിക്സ് ആൻഡ് ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി 36 കൊല്ലമായി ഇപ്പോൾ കുണ്ടൂർ കൊടക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതുപോലെ 5ഓളം ബസ് സർവീസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ നിലക്കൊക്കെ സ്വയം എന്ത് വേണം, നമുക്ക് സ്വയം വേണം, അപ്പോഴേ നമുക്ക് എന്താണ് നിലനിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ സമുദായത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ അന്തസ്ത് നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാനെന്തായി അന്നും എന്നും എന്തായി ഈ കൂട്ടത്തിൽ തന്നെ എന്താണ് കുടുംബത്തിന് കഴിയാനുള്ള പല വഴികളും എന്താണ് 6 പെൺകുട്ടികളാണ്, 5 ആൺമക്കളുമാണ്. അവർക്ക് വേണ്ടതാണ് കല്യാണ കാര്യങ്ങളൊക്കെ എന്തായി ഇങ്ങനെ ഈ ബിസിനസ് കൊണ്ടാണ് സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കാര്യങ്ങളുമാണ് എന്നെ ഈ രൂപത്തിൽ എന്താണ് എത്തിച്ചത്. ജീവിതത്തിൽ സുന്നി ജമഅത്തുൽ മുഅല്ലിമീന്റെ സ്ഥാപക കാലം തൊട്ടുള്ള ജനറൽ സെക്രട്ടറിയാണ്. നമുക്ക് അതും കൂടെ പറഞ്ഞ് ലേക്ക് പോകാം. എന്തൊക്കെയാണ് ആ സംഘടനയിലൂടെ
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 10ഓളം പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി എന്താകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായത് എന്താണ്, വീട് നിർമ്മാണം, പെങ്ങന്മാരെയോ പെൺമക്കളെയോ കെട്ടിച്ചയക്കുക, വീട് റിപ്പയർ, കിണർ, അതുപോലെ രോഗചികിത്സ, ഇങ്ങനെ എന്തായി ധാരാളം. കഴിഞ്ഞ ഒരു വർഷം തന്നെ 7 കോടിയിലേറെ ഉറുപ്പിക ഈ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ക്ഷേമനിധിക്കുന്നായി ചിലവാക്കിയിട്ടുണ്ട് മുഅല്ലിമീങ്ങൾക്ക്. അപ്പോൾ മുഅല്ലിങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ലക്ഷ്യം. അങ്ങനെ എന്തായി, അൽഹംദുലില്ലാ, ഇപ്പോൾ എന്തായി, ഇത്രയും കാലം പ്രവർത്തിച്ചു. അന്ന് മുഅല്ലിമീങ്ങൾ വളരെ കണ്ണീരിലായിരുന്നു എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആസ്തിയുള്ളൊരു പ്രസ്ഥാനമാണ് ജമിയത്തുൽ മുഅല്ലിമീൻ. അന്ന് ചേളാരിയുടെ ഭാഗത്തെന്താണുള്ള കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ക്ഷേമനിധിയുടെ ആയിരുന്നു. അതൊക്കെ വിട്ടേച്ചു കൊണ്ടാണ് ആദർശത്തിന് വേണ്ടി എന്തായി ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയാണ് ജമിയത്തുൽ മുഅല്ലിം, സുന്നി ജമിയത്തുൽ മുഅല്ലിം എന്താണ് ഉത്ഭവിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ എന്തായി, അന്ന് വാടക കൊടുക്കാൻ, കത്തയക്കാൻ പോലും കാശില്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ടും ഒരു പൈസ എന്താണ് നമുക്ക് കിട്ടാതെ, ലഭിക്കാതെ, പൈസ വാങ്ങാൻ വേണ്ടി ഖാരി അഫ്സ മുസ്ലിയരും 40,000 റുപ്യ അന്നത്തെ എന്താണ് പൈസ എന്താണ് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാശ് കൂടി ഉള്ള കാശ്, അതുപോലെ പലരും. അങ്ങനെ മുഅല്ലിമീങ്ങളെ കണ്ണീരേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന പേരിൽ എന്തായി, അന്ന് ഉസ്താദ് പറഞ്ഞ് എന്നെ ക്ഷണിക്കാൻ ഫോൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എന്താണ് കൂടിയിട്ട് എന്തായി കമ്മിറ്റിക്ക് രൂപം കഴിഞ്ഞ് അന്ന് ഈ ഉള്ളവൻ എൻ്റെ ജനറൽ സെക്രട്ടറിയും, കണ്ടോണ മൊയ്തീൻ മുസ്ലിയാർ അതിൻ്റെ പ്രസിഡൻറ്റും, വില്യാപ്പള്ളി ഉസ്താദ് എന്തായി അതിൻ്റെ ഖജാൻജിയായിട്ട് പ്രവർത്തിച്ച് അങ്ങനെ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. അങ്ങനെ എന്തായി, അന്ന് കത്തയക്കണമല്ലോ, യോഗം കൂടാൻ വേണ്ടി കത്തയക്കാനും ഓഫീസിലെ സെക്രട്ടറി പറഞ്ഞ് പൈസ ഒന്നുമില്ലയെന്ന്. അപ്പോൾ അണ്ടോണ ഒരു 100 റുപ്യ എടുത്ത് കണ്ടെന്തായി വെച്ചു. ഞങ്ങളൊക്കെ 150 വെച്ച്. അങ്ങനെയാണ് കത്തയച്ചത് പോലും. എന്നിട്ട് അങ്ങനത്തെ ഒരു പ്രസ്ഥാനം ഇപ്പോൾ 7 കോടി ക്ഷേമനിധിയായിട്ട് എന്താണ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അള്ളാഹുവിനെ സ്തുതിച്ചാൽ എത്രയും മതിയാവുകയില്ല. ആ നിലക്കെന്താ, ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ചരിത്രം. ആ നിലക്കാണ് ഇപ്പോൾ എന്തായി 36,000-ലേറെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ MSR ഉള്ള മുഅല്ലിമീങ്ങൾ നമുക്കുണ്ട്. അതിപ്പോൾ എന്താണ് സെൻട്രൽ കമ്മിറ്റി എന്ന പേരിൽ എന്തായി മറ്റ് സ്റ്റേറ്റുകൾ, മഹാരാഷ്ട്രയും തമിഴ്നാടും കർണാടകയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായി സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഈ ഉള്ളവൻ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് മഅദീൻ അക്കാദമിയിലാണ്. ഉസ്താദിനെ പറ്റി ഞാൻ മഅദീനിൽ പഠിക്കുമ്പോൾ ഷെയ്ഖുൽ ബദർ ഉസ്താദ് ധാരാളം കേട്ടിട്ടുണ്ട്. പല സബക്കുകൾക്കിടയിലുള്ള ചർച്ചകളിലും ഉസ്താദ് കടന്നു വരലുണ്ട്. മഅദീന്റെ ആ പിറവി കൊള്ളുന്ന സമയം മലപ്പുറത്ത് അങ്ങിങ്ങുകളിൽ ഉസ്താദ് ഉണ്ടായത് കൊണ്ട് തന്നെ ഉസ്താദിന് അവിടുത്തെ അനുഭവങ്ങൾ അറിയാം. മഅദീൻ പിറവി കൊണ്ട് പിന്നീട് മഅദീനിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം എത്തി നിൽക്കുന്ന ഈ സാഹചര്യം എന്താണ് ഉസ്താദിന്റെ വീക്ഷണത്തിൽ മഅദീൻ അക്കാദമി ഇവിടെ വന്നതുകൊണ്ട് സമൂഹത്തിന് ലഭിച്ച നേട്ടം? അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ആയിരക്കണക്കായ വിദ്യാസമ്പന്നരെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. മലപ്പുറം പഴയ കാലത്ത് പൂർവികമായി വിജ്ഞാന രംഗത്തൊക്കെ വളരെ ഉന്നതിയിലുണ്ടായ ഒരു രാജ്യമായിരുന്നു. പിന്നെ മതത്തിന് വേണ്ടി, സുന്നത്തിയമായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അന്ന് ഞാൻ തങ്ങളെ കാണുമ്പോൾ ഇവിടെ ഒരു പള്ളി ദർസിലെ മുദരിസായിട്ടായിരുന്നു കണ്ടിരുന്നത്. അന്ന് അവിടെ ഒരു കീശ്ശേരി ഒരു ഇസ്സത്ത് ഇസ്ലാം കോംപ്ലക്സ്, അതിൻ്റെ യോഗം കഴിഞ്ഞുകൊണ്ട് തങ്ങളെ ജീപ്പിൽ കൊടുന്നാക്കിയ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഞങ്ങൾ ജീപ്പിലെന്തായി സമ്മേളനം കഴിഞ്ഞ് പോരുമ്പോൾ തങ്ങളവിടെ ഇറക്കി ഞാൻ പിന്നെ തന്നൽക്കാണ്ട് പോവുകയാണ്. അന്നെന്താണ് തങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭിന്നത ഉണ്ടാവരുത് എന്നുള്ളതിൽ വളരെ ഉറച്ചിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ കൊണ്ടൊരു വിത്തന ഉണ്ടാകണ്ട, അത്രയും ശ്രദ്ധിച്ചിരുന്ന ഒരു മഹാൽ വ്യക്തിയാണ്. നമ്മളെ കൊണ്ടൊന്നും ഉണ്ടാവരുത് എന്നിട്ട് യാതൊരു രക്ഷയില്ലാത്ത സാഹചര്യത്തിലാണ് അവിടുന്ന് പോരേണ്ടി വരികയും അള്ളാഹുവിൻ്റെ സഹായം
ഇവിടെ ഉണ്ടായി. ഇവിടെ എന്താണ് ചെറിയ നിലക്ക് എന്താണ് ആരംഭിച്ചു. ഇപ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് തന്നെ ഈ മഹത്തായ സ്ഥാപനം എന്താണ് അള്ളാഹു നമുക്കെന്താണ് എത്തിച്ചു എന്നും ഇനിയും ആ ബദറു സാദാത്ത് ആ മഹാൻ അവരുടെ ഒരു വരദാനമായും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്താണ് പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. അത് എവിടെ ചെന്നാലും കുറേ അദനികൾ ഏത് മേഖലയിലും എവിടെ ചെന്നാലും എന്താണ് നിരവധി അദനികൾ എന്താണ് പല മേഖലയിലും ധാരാളമായി പ്രവർത്തിക്കുന്നു. കാരണം ഭാവി കണ്ട് വല്ല ദീർഘദൃഷ്ടിയുള്ള ഒരു നേതാവാണ് മഹാനായ തങ്ങളവറുകൾ. ഭാവിയിൽ എന്ത് വരും അതും കൂടി ആലോചിച്ചുകൊണ്ടാണ് സ്ഥാപനങ്ങളൊക്കെ എന്താണ് ആരംഭിക്കുന്നതും ചെയ്യുന്നതും. അതിൻ്റെ സമ്മേളനം നടക്കുന്നെന്ന് മഹദിയിലേക്ക് വിഭവ സമാഹാരം നടത്തണം എന്നുള്ള ചർച്ച വരുന്നൊരു ഘട്ടം സ്വാഭാവികമാണ്. വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഒന്നിനു കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതിനും കൊടുക്കേണ്ടി വരുന്നില്ല. അന്ന് ഉസ്താദിന്റെ ഒരു സംസാരമുണ്ട്. ആ സംസാരം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും മഹദീൻ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളൊരു നിലയിലേക്ക് വരുന്നു. ആ ഒരു അനുഭവം എന്തായിരുന്നു ഉസ്താദിന്? അതുതന്നെ ഇവിടെ എന്താണ് ഒന്നാമത്തത് തങ്ങൾ അവരുടെ എല്ലാ നിലക്കുള്ള സ്ഥാനം ദീർഘദൃഷ്ടി, വളരെ ഇതാണ് ദീർഘദൃഷ്ടിയോടുള്ള ഇരിക്കുന്ന പ്രവർത്തനം. അതും അതോടൊപ്പം ഈ മലപ്പുറത്ത് നമ്മുടേതായ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനങ്ങളും പരിപാടിയും വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി അന്നും ഉണ്ടായിരുന്നു. അത് അള്ളാഹുവിൻ്റെ അസലിയായ ഖലായിൽ വന്നരായ ബദറു സാദാത്തിൻ്റെ കൈയായിട്ടാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ കേരള യാത്ര കഴിഞ്ഞപ്പോൾ സംഗതി എ പി സാദാത്തിൻ്റെ എന്താണ് നായകനാണെങ്കിലും മുഴുവൻ നയിച്ചത് ആര് തന്നെയാണ്? ബദറു സാദാത്ത് തന്നെയാണ്. എല്ലാ സ്റ്റേജിലും എന്തായി പ്രസംഗിച്ചതും എന്താണ്? ബദറു സാദാത്താണ്. അത് അവിടുത്തേതിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കഴിവാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഈ മഹത്തായ സ്ഥാപനം ഇനിയും അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്താൻ ആവശ്യമായ വളർച്ചയും ഉയർച്ചയും റഹ്മാനായ റബ്ബ് അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇത്രയും സമയം ഉസ്താദിന്റെ ജീവിതം തുറന്നു വെക്കാൻ അവസരം തന്നതിൽ വലിയ സന്തോഷം. ഈ പുതിയ തലമുറയിലെ ഭൗതിക മത വിദ്യാർത്ഥികളോട് പ്രബോധകരോട് ഉസ്താദിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഈ നിലവിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഭാവിയും കൂടി കണ്ടിട്ടായിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ നീക്കം. ഭാവിയിൽ എന്താണ് ഇനി അടുത്ത വർഷം ഈ വർഷത്തിനേക്കാളും മോശമായൊരു അന്തരീക്ഷമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്കൂളുകളിൽ കോളേജുകളിൽ സ്വന്തം കൂട്ടുകാരെന്താണ് തല്ലിക്കൊല്ലുക, ഇങ്ങനെന്താണ് വേണ്ടാത്ത, അതുപോലെ എന്താണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം, ഇങ്ങനെ എല്ലാ നിലക്കും എന്താണ് മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഈ സാഹചര്യത്തെ അതിനും കൂടി നേരിടാനും വളരെ ശാസ്ത്രീയമായി സൈക്കോളജിക്കലായി എന്താണ് ഈ സമുദായത്തിനെ നിയന്ത്രിക്കാനുള്ള വിദ്യാഭ്യാസം, അതിലെന്താണ് മതപഠനമായിട്ട് വളരെ ഗൗരവമായിട്ട് എന്തായി നമ്മളെ പൂർവികന്മാർ കാണിച്ചു തന്നെന്താണ് അലിഖിതമായ ആ സിലബസ്, അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ആഴത്തിലുള്ളയിരിക്കുന്ന പഠനം ഉണ്ടാകുന്ന പുറമെ ഈ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ, ഉറുദു മറ്റ് ഇവിടെ ജാപ്പാൻ അടക്കമുള്ള ഭാഷ പഠിപ്പിക്കുന്ന മഹത്തായ സ്ഥാപനമാണ്. അതെല്ലാം കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് ഞാൻ എന്താണ് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നമ്മളെ കൊണ്ടാകുന്നതൊക്കെ ചെയ്യണമെന്ന് തീരുമാനം ഉള്ള ആളുമാണ് ഈ ഉള്ളവൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്രയും നേരം നമ്മോട് ജീവിതം തുറന്നു വെച്ച് സംസാരിച്ചത് അബൂ ഹനീഫുൽ ഫൈദി തന്നെ ഉസ്താദ് അവറുകളാണ്. യഥാർത്ഥത്തിൽ ജനിക്കുന്നത് ഒരു പണ്ഡിത കുടുംബത്തിലൊന്നല്ല, ഒരു സാധാരണ കുടുംബത്തിൽ, എന്നാൽ തരക്കേടില്ലാത്ത സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബം. ബോംബെയിൽ നല്ല ബിസിനസ്, ഉമ്മയുടെ താല്പര്യത്തിൽ ഉപ്പയും ബാക്കിയുള്ളവരും ഒരു പണ്ഡിതനാകല്ല ഭൗതികമായ ഉയരങ്ങളിലെത്തുകയാണ് വേണ്ടതെന്ന് പറയുമ്പോഴും ഉമ്മയെ താല്പര്യം പരിഗണിച്ച് പഠിക്കാൻ പോവുകയും ഒരു നല്ല പണ്ഡിതനാവുകയും സ്വന്തമായി ഒരു അസ്തിത്വം ഉണ്ടാക്കുകയും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ ദീനി പ്രവർത്തനങ്ങളെ കൊണ്ട് പ്രോജ്വലിച്ച് നിൽക്കുകയും ഇന്നും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ധാരാളം സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നു. ബുഖാരി ദാവ കോളേജിൽ നിന്ന് ഈ ദീനിന് ധാരാളം പ്രവർത്തകരെ, ദായികളെ പുറത്തു കൊണ്ടുവരാൻ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം കാലം ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി
പ്രവർത്തിക്കാൻ അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം പണ്ഡിതന്മാർ നമുക്കിടയിൽ ആരുമല്ല എന്നോണം ജീവിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ അടുത്തറിയേണ്ടതുണ്ട്. മഅദീൻ അപ്ഡേറ്റിലൂടെ ഇൻഷാ അല്ലാഹ് ഇനിയും ഉസ്താദുമാരുമായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഉസ്താദിനെല്ലാ സന്തോഷങ്ങളും അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.